അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഴ കനത്തതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോര നടപ്പാത വെള്ളത്തിനടിയിലായി. ഇടവിട്ടുള്ള മഴയ്ക്ക് ശമനമില്ലാതെ മൂവാറ്റുപുഴ നഗരത്തിൽ മഴ തുടരുന്നു. മഴ കനക്കുകയും മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്തതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഡാമിലെ 3 ഷട്ടർ 1 മീറ്റർ വീതവും 1 ഷട്ടർ 10 സെന്റിമീറ്ററും 1 ഷട്ടർ 50 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയിരിക്കുന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാലും മലങ്കര ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന ജലം എത്തുകയും ചെയ്യുന്നതോടെയാണ് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുന്നത്. ജലനിരപ്പ് ഉയർന്ന പുഴയോര നടപ്പാത വെള്ളത്തിനടിയിലായി. ത്രിവേണി സംഗമം മുതൽ ലതാപ്പാലം വരെയുള്ള പുഴയോര നടപ്പാതകളും കുളിക്കടവുകളും വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയിലാണ്. എന്നാൽ ചില കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതൊഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ നഗരസഭാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് നമസ്കാരം, പകുതി വില തട്ടിപ്പ്, നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിൽ ഭാഗമാക്കിയത്. നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂവാറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന News@18. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും 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 ഞാനും